കൊൽക്കത്തയിൽ യുവ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം ആശങ്കപ്പെടുത്തുന്നതിന് സുപ്രീം കോടതി ഡോക്ടർമാരുടെ സുരക്ഷയ്ക്കായി 10-അംഗ ദേശീയ ദൗത്യസേന രൂപീകരിച്ചു. ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് ദേശീയ പ്രോട്ടോകോൾ രൂപീകരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതയെന്നും DGPയെ ഉടൻ മാറ്റി മറ്റൊരാൾക്ക് ചുമതല നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ബംഗാൾ സർക്കാരിനെയും സുപ്രീം കോടതി നിശിതമായി വിമർശിച്ചു. കോടതി കേസ് വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. വിവരങ്ങളുമായി ഗൗതം ആനന്ദനാരായണൻ ചേരുകയാണ്. ഗൗതം, അതിനിശ്ചിതമായ വിമർശനമാണ് മമതാ സർക്കാരിനെതിരെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതൊപ്പം ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളും കോടതി മുന്നോട്ട് വെച്ചു. എന്തൊക്കെയായിരുന്നു പ്രധാനമായും സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ? ദേശീയ തലത്തിൽ തന്നെ ഒരു ദൗത്യസേന രാജ്യത്തെ മുഴുവൻ ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കുമായി വേണം എന്ന ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് നേരെ വലിയ വിമർശനം, ബംഗാൾ സർക്കാരിന് നേരെ വലിയ വിമർശനം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഈ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. 2-3 പ്രസക്തമായ ചോദ്യങ്ങളാണ് ഈ കേസ് പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന്, എന്തുകൊണ്ടാണ് ബംഗാൾ പോലീസ് ഇത്രത്തോളം കാലതാമസം എടുത്തത് ഒരു FIR തന്നെ രജിസ്റ്റർ ചെയ്യാൻ എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. പെൺകുട്ടി മരണപ്പെടുന്നത് സംബന്ധിച്ചുള്ള വാർത്ത ഓഗസ്റ്റ് മാസം 9-ാം തീയതി രാവിലെ തന്നെ വന്നിരുന്നു. കുടുംബത്തെ ഉൾപ്പെടെ ആശുപത്രി അധികൃതർ തന്നെയാണ് ഈ വിവരം ആദ്യഘട്ടത്തിൽ അറിയിച്ചത്. പക്ഷേ പശ്ചിമ ബംഗാളിലെ പോലീസ് സംവിധാനം ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നത് രാത്രി 11:30 ശേഷമാണ്. എന്തുകൊണ്ട് ഇത്രത്തോളം വലിയ കാലതാമസം ഇങ്ങനെ ഒരു വിഷയത്തിൽ ഉണ്ടായി എന്ന ചോദ്യം ചീഫ് ജസ്റ്റിസ് തന്നെ ബംഗാൾ സർക്കാരിന് മുൻപാകെ വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമതായി കോടതി ഉന്നയിച്ച മറ്റൊരു കാര്യം, ഈ കുടുംബത്തിന് എന്തുകൊണ്ട് സ്വന്തം മകളുടെ മൃതദേഹം കാണുവാൻ ഇത്രത്തോളം കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ്. രാവിലെ തന്നെ ഈ വിവരം അറിഞ്ഞ് വളരെ ഞെട്ടലോടുകൂടി ഈ ആശുപത്രിയിലേക്ക്, കൊൽക്കത്തയിലേക്ക് എത്തിയ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ മണിക്കൂറുകൾ ഈ ആശുപത്രി വരാന്തയിൽ സമയം ചെലവഴിച്ചതിന് ശേഷം ഉച്ച തിരിഞ്ഞാണ് ഏതാണ്ട് 3 മണിയോടുകൂടി മാത്രമാണ് ഈ കുട്ടിയുടെ മൃതദേഹം സ്വന്തം അച്ഛനെയും അമ്മയെയും കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ കാലതാമസം ഉണ്ടായത് എന്നതാണ് സുപ്രീം കോടതി ഉന്നയിച്ച മറ്റൊരു വിഷയം. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന RG-കർ ആശുപത്രിയുടെ പ്രിൻസിപ്പലിനെ പെട്ടെന്ന് അവിടെ നിന്നും ഒഴിവാക്കിയതിനു ശേഷം പിന്നീട് എങ്ങനെ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ മറ്റൊരു ആശുപത്രിയുടെ പ്രിൻസിപ്പലായി ഇയാളെ എങ്ങനെ നിയമിച്ചു എന്ന ചോദ്യം ഇപ്പോൾ ബംഗാൾ സർക്കാരിന് മേൽ സുപ്രീം കോടതി ചോദിക്കുന്നു. എന്നാലും വളരെ പ്രസക്തമായ നിരവധി ചോദ്യങ്ങൾ ബംഗാളിലെ ഭരണകൂടത്തിന് മേൽ ഉന്നയിച്ച സുപ്രീം കോടതി അവിടുത്തെ DGPയെ എത്രയും പെട്ടെന്ന് മാറ്റണം എന്ന ഒരു നിരീക്ഷണം കൂടി ഇപ്പോൾ നടത്തിയതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. അതായത് പശ്ചിമ ബംഗാളിലെ ഭരണകൂടത്തിനും പ്രത്യേകിച്ച് പോലീസ് സംവിധാനത്തിനുമെതിരെ രൂക്ഷമായ വിമർശനം ഈ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസ് സ്വമേധയാ സുപ്രീം കോടതി ഏറ്റെടുക്കുകയായിരുന്നു. നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഈ നിർണായകമായ കേസിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിയായ CBIയെ ഏൽപ്പിച്ചത്. ഇന്നിപ്പോൾ സുപ്രീം കോടതി CBIയോട് തൽസ്ഥിതി റിപ്പോർട്ട് വ്യാഴാഴ്ച നൽകണം എന്ന ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. CBI ഇന്നലെ പശ്ചിമ ബംഗാളിൽ കൊൽക്കത്തയിൽ പ്രത്യേക അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അതായത് ഈ ആശുപത്രിയിൽ ഉൾപ്പെടെ എത്തി പെൺകുട്ടി കൊല്ലപ്പെട്ട സ്ഥലത്ത് സെമിനാർ ഹാളിൽ ഉൾപ്പെടെ എത്തി, ഒപ്പം ഈ പ്രിൻസിപ്പലെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തു. അതുകൂടാതെ ഈ നോർത്ത് 24 പർഗാനാസിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തി അമ്മ, അച്ഛൻ തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം റിപ്പോർട്ട് ഇപ്പോൾ CBI തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 23-ാം തീയതി സുപ്രീം കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് കൂടി സുപ്രീം കോടതി പരിഗണിക്കും. ഗൗതം, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് ദേശീയ പ്രോട്ടോകോൾ രൂപീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, മന്ത്രദാസിന്റെ അടക്കം കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചാ വിഷയമായ സാഹചര്യമുണ്ട്. ഇന്നും സംസ്ഥാനത്തും ദേശീയ തലത്തിലായി കഴിഞ്ഞാലും നിരവധി ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമാണ് ഇങ്ങനെ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അത്രത്തോളം ശ്രദ്ധേയമാവുകയാണല്ലേ? രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടാകുന്നത്. ഡൽഹിയിൽ ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡോക്ടർമാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ദേശീയ തലത്തിൽ തന്നെ ഒരു സുരക്ഷയ്ക്കായി പ്രത്യേക നിയമനിർമ്മാണം, മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം വേണം എന്നുള്ളതാണ്. ഈ ആവശ്യം ഉന്നയിച്ചാണ് ഇപ്പോൾ ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത്. നേരത്തെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പത്മ
ജേതാക്കളായ ഏതാണ്ട് 70ഓളം പത്മ ജേതാക്കളും ഇതേ കാര്യം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് ദേശീയ തലത്തിൽ തന്നെ ഡോക്ടർമാരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക നടപടി വേണമെന്നുള്ളതാണ്. കാരണം ഈ കൊൽക്കത്തയിൽ നടന്നിട്ടുള്ള സംഭവത്തിൽ സംസ്ഥാന സർക്കാർ വളരെ മൃദു സമീപനമാണ് കൈക്കൊണ്ടത്. മാത്രമല്ല കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതേ തുടർന്നാണ് ഇപ്പോൾ വ്യാപക പ്രതിഷേധം ദേശീയ തലത്തിൽ തന്നെ ഇന്നിപ്പോൾ 10ാം ദിവസവും അലയടിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ വേണം, അല്ലെങ്കിൽ അതിനെ ഒരു ചെറിയ സംഭവമായി ഒരു സംസ്ഥാനത്ത് മാത്രം നടന്ന സംഭവമായി അതിനെ ഒതുക്കാതെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടികൾ വേണം എന്ന രീതിയിലുള്ള നിരീക്ഷണം കൂടി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വലിയ വിമർശനം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ബംഗാൾ സർക്കാരിനെതിരെ ഉണ്ടായത്. DGPയെ ഉടൻ മാറ്റി നിയമിക്കണമെന്ന നിർദ്ദേശവും സുപ്രീം കോടതി നൽകിക്കഴിഞ്ഞു. ഒപ്പം ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. KP പ്രത്യേക ദൗത്യ സേന ഈ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കണം എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം. ഈ നിർദ്ദേശം അടങ്ങിക്കൊണ്ട് പ്രത്യേക സമിതിയെയും ഇപ്പോൾ സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുകയാണ്. ഇത് കൂടാതെയാണ് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി രൂക്ഷ വിമർശനം ബംഗാൾ സർക്കാരിന് മേൽ നടത്തിയിരിക്കുന്നത്. ഒപ്പം കേരളത്തിൽ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി കോടതി ചൂണ്ടിക്കാണിച്ചു എന്നതാണ്. പ്രത്യേകിച്ച് വന്ദനദാസിന്റെ കൊലപാതകം അത് കൃത്യമായി കോടതി എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ കൊൽക്കത്തയിൽ നടന്നതിന് സമാനമായ സംഭവങ്ങൾ നടക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിനാലാണ് പ്രത്യേക ദൗത്യസേന ഈ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശം പരമോന്നത നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഈ FIR ഫയൽ ചെയ്യുവാൻ ഉണ്ടായിട്ടുള്ള കാലതാമസവും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ രക്ഷകർത്താക്കൾക്ക് മൃതദേഹം നേരിട്ട് കാണുന്നതിന് വളരെയധികം കാലതാമസം ഉണ്ടായതും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ബംഗാൾ DGPയെ മാറ്റണം എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് ബംഗാളിലെ മമതാ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ തിരിച്ചടിയാകുന്ന വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല വ്യാഴാഴ്ച ദിവസം ഈ കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അന്ന് കേസ് അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള CBI കൈമാറേണ്ടതുണ്ട്. കാരണം കൊൽക്കത്ത ഹൈക്കോടതി നേരത്തെ CBIക്ക് കേസ് ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. അതേ തുടർന്ന് CBI ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് ഇത്രയും ദിവസം നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മറ്റന്നാൾ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നത്. ഇന്നും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മൃഗീയ സ്വഭാവത്തിലുള്ള കൊലപാതകം അല്ലെങ്കിൽ ആ രീതിയിലുള്ള പെരുമാറ്റമാണ് ഈ ക്രിമിനലുകളുടെ ഭാഗത്ത് നിന്നും ഈ ഡോക്ടർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പീഡനം അനുഭവിച്ചാണ് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടത് എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ആദ്യത്തെ ദിവസത്തെ ഹിയറിംഗിനകത്ത് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്ന നിരീക്ഷണമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഗൗതം, ഇന്ന് CV ആനന്ദബോസ് ബംഗാൾ ഗവർണർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. രാജ്യ തലസ്ഥാനത്ത് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ക്രമസമാധാന നില അപ്പാടെ തകർന്ന അവസ്ഥയാണ്. ഭരണഘടനാപരമായ ചില ഇടപെടലുകൾ അനിവാര്യമായ ഒരു അവസ്ഥയിലേക്കാണ് വന്നു ചേരുന്നത്. ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം രാജ്യ തലസ്ഥാനത്തേക്ക് എത്തുന്നു, രാഷ്ട്രപതിയെ കാണുന്നു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുമായുള്ള കൂടിക്കാഴ്ച. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അതിനിശ്ചിതമായ വിമർശനം മമതാ സർക്കാരിന് നേരിടേണ്ടി വന്നത് എന്നതും ശ്രദ്ധേയമാണല്ലേ? ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അദ്ദേഹം വളരെ സുപ്രധാനമായ കൂടിക്കാഴ്ചകൾക്ക് വേണ്ടിയാണ് ഡൽഹിയിലെത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെയും ബംഗാളിലെ ഇപ്പോഴത്തെ കലുഷിതമായ സാഹചര്യം വിശദീകരിക്കുക എന്ന ദൗത്യവും പേറിയാണ്
ഇന്നലെ രാത്രിയോടുകൂടി ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് ഡൽഹിയിൽ എത്തിയത്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയില്ല. ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ വൈകുന്നേരത്തോടു കൂടി മാത്രമേ അമിത്ഷാ എത്തുകയുള്ളൂ. ഇന്ന് ആനന്ദ ബോസ് ഉച്ചതിരിഞ്ഞ് ഒഡീഷയിലേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നാളെ വീണ്ടും രാജ്യതലസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷെ അതിനുശേഷമാകും കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ആരോഗ്യമന്ത്രി എന്നിവരുമായി CV ആനന്ദ ബോസ് ചർച്ച നടത്തുക. എന്തായാലും രാഷ്ട്രപതിയെ കണ്ട് ഈ ബംഗാളിലെ സാഹചര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. ഇന്നലെ രക്ഷാബന്ധൻ സന്ദേശം നൽകുന്ന ഘട്ടത്തിൽ രൂക്ഷ വിമർശനം ബംഗാൾ ഭരണകൂടത്തിന് നേരെ ഗവർണറുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായി. പശ്ചിമ ബംഗാളിലെങ്ങും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാണ് ആനന്ദ ബോസ് കുറ്റപ്പെടുത്തിയത്. സ്ത്രീകൾക്ക് നേരെ തുടർ ആക്രമണങ്ങൾ ബംഗാളിന്റെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ സംഭവിക്കുന്നു. സന്ദേശ് ഗാലിയും കൊൽക്കത്ത നഗരമധ്യത്തിൽ ഇത്തരമൊരു യുവ ഡോക്ടർ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതുമെല്ലാം പശ്ചിമ ബംഗാളിലെ തകർന്നടിയുന്ന ആ സ്ത്രീ സുരക്ഷയും അതോടൊപ്പം തന്നെ ക്രമസമാധാന നില പാലനവുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന വിമർശനമാണ് ബംഗാൾ ഗവർണർ ഇന്നലെ നടത്തിയത്. മമതാ സർക്കാരിനെതിരെ കടുത്ത വിമർശനം നടത്തിയ ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി എത്തുകയായിരുന്നു. ഏതായാലും ഈ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും കണ്ട് ബംഗാളിലെ സ്ഥിതിഗതികൾ എത്രത്തോളം രൂക്ഷമാണ് എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, അത് സംബന്ധിച്ചുള്ള വിശദീകരണം ആനന്ദ ബോസ് നൽകും. അതിനുശേഷമാകും അദ്ദേഹം തിരികെ ബംഗാളിലേക്ക് മടങ്ങുക. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.